രാധാകൃഷ്ണന്റെയും CK പത്മനാഭന്റെയും വിവാദ പ്രസ്താവനകൾക്കെതിരെ ചേരിതിരിഞ്ഞ നേതാക്കൾ. CK പത്മനാഭനെതിരെ നടപടിയുണ്ടാകും. കോട്ടയത്ത് നടക്കുന്ന നേതൃയോഗത്തിൽ BJPയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി. CKP ഒ രാജഗോപാലും K സുരേന്ദ്രനും പിന്തുണച്ചപ്പോൾ രാധാകൃഷ്ണനെ ന്യായീകരിച്ചും CKPക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടും RSS രംഗത്തെത്തി. നേതൃയോഗങ്ങൾ മറ്റന്നാളും തുടരും. BJP സംസ്ഥാന കൗൺസിലിന് മുന്നോടിയായി ചേർന്ന നേതൃയോഗത്തിലാണ് CK പത്മനാഭന്റെ ചെഗുവേര പരാമർശത്തിൽ RSS കടുത്ത അതൃപ്തി അറിയിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, AN രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർ RSS നിലപാടിനൊപ്പം നിന്നപ്പോൾ V മുരളീധര പക്ഷത്ത് നിൽക്കുന്ന K സുരേന്ദ്രൻ മാത്രമാണ് CKPയെ പിന്തുണച്ചത്. ഇതോടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട CK പത്മനാഭൻ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ തങ്ങൾ തമ്മിൽ ആശയഭിന്നതയില്ല എന്ന് കാണിക്കാൻ AN രാധാകൃഷ്ണൻ സ്വീകരിക്കാനെത്തി. CKP തന്റെ നേതാവാണെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന നിലപാടിൽ ഉറച്ചുനിന്ന CKP വിവാദ വിഷയങ്ങളിൽ പിന്നീട് പ്രതികരിക്കാമെന്നും വ്യക്തമാക്കി. നേതൃയോഗത്തിൽ വിമർശനമേറ്റ CKPയെ കോർ കമ്മിറ്റിയിൽ ഒ രാജഗോപാൽ പിന്തുണച്ചു. രാധാകൃഷ്ണന്റെ പ്രസ്താവന അനവസരത്തിലായി. പാർട്ടി ജാഥകളുടെ ശോഭ കെടുത്തിയെന്നും രാജഗോപാൽ യോഗത്തിൽ വ്യക്തമാക്കി. ചേരിതിരിഞ്ഞുള്ള പിന്തുണയ്ക്കൽ BJPയിൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നതായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതോടെ പ്രസ്താവന വിവാദത്തിൽ വ്യക്തമായ നിലപാടെടുക്കാനാകാതെ കുഴങ്ങുകയാണ് BJP സംസ്ഥാന ഘടകം. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരാതിക്കെട്ടുമായി ദില്ലിയിലെത്തി ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കാനാകില്ലെന്ന് രാഹുൽ വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന രാഹുലിന്റെ അഭ്യർത്ഥന അംഗീകരിച്ച ഉമ്മൻചാണ്ടി ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. DCC അധ്യക്ഷ നിയമനത്തിൽ ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിന്നിരുന്ന ഉമ്മൻചാണ്ടിയെ ആശ്വാസവാക്കുകളിലൂടെ അനുനയിപ്പിക്കുക എന്ന തന്ത്രമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. സംഘടനാ തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. KPCC തലം മുതൽ താഴെത്തട്ടുവരെ ഉടൻ സംഘടനാ തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യമാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചത്. സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽജിയുമായി ഞാൻ ഇന്ന് ചർച്ച ചെയ്തു. സംഘടനാ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പുതിയൊരു ആവശ്യമല്ല, ഞാൻ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്നാൽ സംഘടനാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രായോഗികമല്ലെന്ന് രാഹുൽ ഗാന്ധി മറുപടി നൽകി. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാന കാര്യമെന്നും രാഹുൽ വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കേരളത്തിലെ വിഷയങ്ങൾ പരിശോധിക്കാമെന്നും അതുവരെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കരുതെന്നും രാഹുൽ നിർദ്ദേശിച്ചു. രാഹുലിനെ കാണുന്നതിന് മുൻപ് AK ആന്റണി, മൻമോഹൻ സിംഗ് എന്നിവരുമായും ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തി. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വളർച്ചയില്ലാത്ത ഭ്രൂണം നശിപ്പിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. മുംബൈ സ്വദേശിനിയായ 22 വയസ്സുകാരിയുടെ ഹർജിയിലാണ് കോടതി സുപ്രധാന വിധി. തലയോട്ടി വളർന്നിട്ടില്ലാത്ത ഭ്രൂണം നശിപ്പിക്കാൻ അനുവദിക്കണമെന്നും ഇത് തന്റെ ജീവന് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് യുവതി കോടതിയെ സമീപിച്ചത്. 6 മാസം പ്രായമുള്ള ഭ്രൂണം നശിപ്പിക്കാനാണ് കോടതിയുടെ അനുമതി. സുപ്രീം കോടതിയുടേതാണ് നിർണായക ഉത്തരവ്. മഹാരാഷ്ട്ര സ്വദേശിക്കാണ് അനുമതി ലഭിച്ചത്. ഗർഭസ്ഥ ശിശുവിന് വളർച്ചയില്ലാത്തതിനാലാണ് ഭ്രൂണം നശിപ്പിക്കാൻ കോടതി അനുമതി നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ L നാഗേശ്വര റാവു, SA ബോഡെ എന്നിവരാണ് വിധി പറഞ്ഞത്. യുവതിയുടെ ഹർജി അന്വേഷിക്കാൻ 7 ഡോക്ടർമാരടങ്ങിയ ബോർഡിനെയും സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. ഭ്രൂണത്തിന് തലച്ചോറില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു കോടതിയുടെ അനുമതി. 24 ആഴ്ച പ്രായമായ ഭ്രൂണത്തിന് വേണ്ട വിധത്തിലുള്ള വളർച്ചയില്ല. തലയോട് വികസിക്കാത്തത് ഗർഭപാത്രത്തിൽ നിന്നുള്ള നീക്കത്തിന് തടസ്സമായേക്കും. ഇത് മാതാവിന്റെ ജീവന് ഭീഷണിയായേക്കുമെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. പരാതിക്കാരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവകാശം മുൻനിർത്തി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അനുസരിച്ച് അനുമതി നൽകുകയാണെന്നാണ് കോടതി പറഞ്ഞത്. ഭ്രൂണഹത്യാനുവാദം 24 ആഴ്ചയാക്കാനും പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രസവത്തിന് മുൻപുള്ള ഏത് സമയത്തും ഭ്രൂണഹത്യ നടത്താമെന്നുമുള്ള സർക്കാരിന്റെ MTP നിയമപരിഷ്കരണം വരാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ അനുമതി തേടുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള 4ാമത്തെ സംഭവമാണിത്. ന്യൂസ് ഡെസ്ക്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ തിരിതെളിഞ്ഞു. പ്രധാന വേദിയായ നിലയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ കടന്നപ്പള്ളി, പ്രൊഫസർ C രവീന്ദ്രനാഥ്, KK ശൈലജ, MP PK ശ്രീമതി, ഗായിക KS ചിത്ര എന്നിവർ പങ്കെടുത്തു.
കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയപ്പെടുന്നത് കാണാതെ പോകരുതെന്ന് പിണറായി പറഞ്ഞു. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കലാകാരന്മാരും എഴുത്തുകാരും രാജ്യം വിടണമെന്ന് പറയുന്നത് ഫാസിസത്തിന്റെ കടന്നുകയറ്റമാണ്. ഇത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതലായ അംശമാണ്. പക്ഷേ അത് തടയപ്പെടുന്ന സാഹചര്യം നാട്ടിൽ വളർന്നു വരുന്നത് നാം കാണാതിരിക്കരുത്. ഇതെല്ലാം മഹത്തായ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ് എന്ന് നാം തിരിച്ചറിയണം. ഫാസിസത്തിൻ്റെ പിൻവാതിൽ പ്രവേശനം ഇതിൻ്റെ എല്ലാം പിന്നിൽ അടങ്ങിയിരിക്കുന്നുവെന്നതും നാം ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. തങ്ങൾ അഭ്യസിച്ച കലാരൂപങ്ങൾ വെറും സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ അത് തുടർന്നാലേ സമൂഹത്തിന് ഗുണകരമാവൂ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചലച്ചിത്ര പിന്നണി ഗായിക ചിത്രയായിരുന്നു ചടങ്ങിൽ വിശിഷ്ടാതിഥി. 35 വർഷം മുമ്പ് കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ പുരസ്കാരം നേടിയ ചിത്ര അന്ന് ആലപിച്ച ഗാനത്തിന്റെ പല്ലവി അവതരിപ്പിക്കുകയും ചെയ്തു. കണ്ണന്റെ ചുംബന പൂമധുനുകർന്നവളേ. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായ ചടങ്ങിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. കലോത്സവ നഗരിയിൽ നിന്നും ബിജേഷ് നടുവിൽ. പ്രൗഢഗംഭീരവും കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നത വിളിച്ചോതുന്നതുമായ സ്വാഗതഗാനത്തോടെയാണ് കണ്ണൂർ 57ാമത് സംസ്ഥാന കലോത്സവത്തിന് സ്വാഗതമോദിയത്. 57 അധ്യാപകരും 100 കലാകാരികളുമാണ് സ്വാഗതഗാനം വേദിയിൽ അവതരിപ്പിച്ചത്. മതസൗഹാർദ്ദവും കേരള സംസ്കാരവും സമ്മേളിക്കുന്ന നന്മയുടെ സ്വാഗതഗാനത്തോടൊപ്പം വൈവിധ്യമാർന്ന കലകളുടെ നൃത്താവിഷ്കാരത്തോടെയാണ് കണ്ണൂർ 57ാം സംസ്ഥാന കലോത്സവത്തിന് സ്വാഗതമരുളിയത്. ചിറക്കൽ രാജാസ് സ്കൂൾ അധ്യാപകൻ പ്രശാന്ത് കൃഷ്ണൻ രചന നിർവഹിച്ച സ്വാഗതഗാനത്തിന് കോട്ടയം രാജാസ് ഹൈസ്കൂൾ അധ്യാപകൻ ദിലീപാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. നമ്മുടെ പാട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മിക്ക നൃത്തരൂപങ്ങളും നമ്മുടെ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിനുവേണ്ടി നയൻതാര മഹാദേവൻ, വിനോദ് കുമാർ ഈ രണ്ടുപേരും അക്ഷീണമായ പരിശ്രമത്തിലൂടെ ഏതാണ്ട് 100ഓളം കുട്ടികളെ പരിശീലിപ്പിച്ചാണ് ഇത് വേദിയിൽ എത്തിച്ചത്. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഗാനത്തിനൊത്ത് നൃത്താവിഷ്കാരം നിർവഹിച്ചത് നയൻതാരയാണ്. ആ പകൽ കുട്ടികൾ അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. 77 കുട്ടികൾ. വെറും 5 ദിവസം കൊണ്ടാണ് സദസ്സിനെയാകെ കയ്യിലെടുത്ത ഈ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം നടത്തിയത്. സ്വാഗതഗാന സംഘത്തോടൊപ്പം ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കുമൊപ്പം PV ജോഷില. വർണ്ണശബളിമയാൽ വ്യത്യസ്തമായിരുന്നു 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര. 57 കലാരൂപങ്ങൾ പ്രതീകാത്മകമായി ഉൾപ്പെടുത്തിയ ഘോഷയാത്രയിൽ ചരിത്രവും സമകാലിക വിഷയവും നിശ്ചല രൂപങ്ങളായി. കഥകളിയും മോഹിനിയാട്ടവും ഒപ്പനയും മാർഗംകളിയുമൊക്കെ അണിനിരുന്ന ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളടക്കം 10,000-ഓളം പേരാണ് പങ്കെടുത്തത്. വിവിധ നിശ്ചല ദൃശ്യങ്ങളും ബാൻഡുമേളവും ശിങ്കാരിമേളവും കേരളത്തിന്റെ തനതു നൃത്ത വേഷവിധാനങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികളും ഘോഷയാത്രയുടെ മിഴിവിന് കൊഴുപ്പേകി. സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കണ്ണൂർ റേഞ്ച് IG ദിനേശ് കശ്യപും ഗായിക സൈനോര ഫിലിപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. സെന്റ് മൈക്കിൾസ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് പ്രഭാത് പ്ലാസ കവല വഴി പഴയ സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പ്രധാന വേദിയായ പോലീസ് ഗ്രൗണ്ടിലെ നിളയിലേക്ക് ഘോഷയാത്ര എത്തിയത്. ഘോഷയാത്ര കടന്നുപോയ വഴിയിൽ പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് കാഴ്ചക്കാരായി എത്തിയിരുന്നത്. കേരളത്തിന്റെ കലാ സാംസ്കാരിക പരിച്ഛേദങ്ങളടങ്ങിയ ഘോഷയാത്രയിൽ 60 പ്ലോട്ടുകളാണ് ഉൾപ്പെടുത്തിയത്. കലോത്സവ നഗരിയിൽ നിന്നും ടീം പീപ്പിളിനു വേണ്ടി വിനിഷ വൃന്ദാവൻ. കലോത്സവ വേദിയെ ഉണർത്തിയ ചിത്രയുടെ പാട്ട് കേൾക്കാമിനി. ഓടക്കുഴലേ
മധുനുകർന്നവളേ രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ ഓടക്കുഴലേ ഓടക്കുഴലേ ഓമനത്താമര കണ്ണൻ്റെ ചുംബന പൂമധുനുകർന്നവളേ രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ. താങ്ക് യു. ഇന്ന് പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഓർക്കിഡുകളാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന ഒരിനം ഓർക്കിഡാണ് ഒൺസീഡിയം. ഇതിന് താരതമ്യേന രോഗശല്യവും കുറവാണ്. നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപമുള്ള പൂക്കളായതിനാൽ ഇതിന് ഡാൻസിംഗ് ഗേൾ എന്നും പേരുണ്ട്. ഓർക്കിഡ് ചെടികൾ വളരാനും നന്നായി പുഷ്പിക്കാനും കേരളത്തിലെ കാലാവസ്ഥ അനുയോജ്യമാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ കാലാവസ്ഥ. അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പനിലയും ഇളം ചൂടുള്ള കാറ്റും ഓർക്കിഡ് ചെടികളെ പുഷ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പുഷ്പകൃഷിയുടെ മേഖലയിൽ ഇത്രമാത്രം ആദായം തരുന്ന ചെടികളും വളരെ കുറവാണ്. ഗോൾഡൻ ഷവർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. തടിച്ചു പരന്ന ചുവടും ചെറിയ ഇലകളുമാണ് ഇതിന്റെ പ്രത്യേകത. വളരെ വേഗം വളരും ഒൺസീഡിയം പൂക്കൾ. പുഷ്പാലങ്കാരത്തിന് വളരെയേറെ ഉപയോഗിക്കാറുണ്ട് ഒൺസീഡിയം. ഒൺസീഡിയം ഗോർഡിയാനം എന്ന ഇനമാണ് സർവ്വസാധാരണമായി കാണപ്പെടുന്നത്. ഗോവർ റാംസെ, ടാക്ക, ഗോൾഡൻ ഈഗിൾ എന്നിവ മഞ്ഞ പൂക്കൾ തരുന്നു. ഗോൾഡൻ സൺസെറ്റ്, ലിൻഡ് റെയിൻബോ എന്നിവ ചുവന്ന പൂക്കൾ വിടർത്തുന്നു. പകുതി കരിക്കട്ട നിരത്തിയ ചട്ടിയിൽ ഒൺസീഡിയം നടാം. വളരുന്നതിനനുസരിച്ച് ജൈവവളവും രാസവളവും നൽകണം. ജൈവവളങ്ങളും രാസവളങ്ങളും ഓർക്കിഡിന്റെ ശരിയായ വളർച്ചയ്ക്കും പുഷ്പിക്കലിനും ആവശ്യമാണ്. കാലിവളമാണ് ഇതിൽ പ്രധാനം. മാസത്തിലൊരിക്കൽ വീതം കാലിവള പ്രയോഗം നടത്താം. കോഴിവളമാണ് മറ്റൊന്ന്. ഇത് പ്രയോഗിക്കുന്നതിന് മുൻപ് കോഴിവളം ചൂടുള്ള ഒരു പദാർത്ഥമാണെന്നും അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നനവുണ്ടായിരിക്കണമെന്നും ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക്.